അപ്പൊ ഇത്രയും ഹിറ്റുകൾ ശരിക്കും പറയുകയാണെങ്കിൽ വിനീതിനെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. പക്ഷെ വിനീത് ഇതിന്റെ ഒരു വേറൊരു വേർഷൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞാൻ നിരസിച്ചു അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഓപ്ഷനായിട്ട് വിനീത് ഉണ്ടായിരുന്നു. ഒരു പക്ഷെ വിനീത് ഓക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഈ പറയുന്ന ഡയറക്ടേഴ്സൊക്കെ അവസാനമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പുതിയ നായകന്മാരിലേക്കൊക്കെ തേടിപ്പോയേക്കാം. കാരണം വിനീത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പണ്ട് സർഗം സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് സിനിമയിൽ യുവതാരങ്ങൾ കുറവാണ്. അതായത് ലാലേട്ടനും മമ്മൂക്കയെ പോലെയുള്ള സീനിയേഴ്സ് കുറച്ച് പേര് കഴിഞ്ഞാൽ യുവതാരങ്ങൾ അല്ലെങ്കിൽ ഒരു ടീനേജ് കോളേജ് വേഷമൊക്കെ ചെയ്യുന്ന നടന്മാർ ശരിക്കും കുറവായിരുന്നുകൊണ്ട് എപ്പോഴും ഒരു ഓപ്ഷൻ ആയിട്ട് പുതിയ ആളുകൾ ആരെങ്കിലും നോക്കും സംവിധായകർ. പുതിയ ആരെയും കിട്ടിയില്ലെങ്കിൽ വിനീത്, മനോജ് കെ ജയൻ, ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിക്കും. ഈ സർഗം സിനിമയിലും ശരിക്കും ന്യൂ കമേഴ്സിനെയാണ് അന്ന് നോക്കിയത്. അപ്പോൾ MT ആണ് എന്താ പറയുക, ഇവരുടെ വിനീതിൻ്റെയൊക്കെ ഗോഡ് ഫാദർ തന്നെയാണ് MT ഹരിഹരനൊക്കെ. അപ്പോൾ സർഗം സിനിമ ശരിക്കും MT അല്ല, അത് ഹരിഹരൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ സർഗത്തിൻ്റെ പ്ലാനിങ് നടന്നിരുന്ന സമയത്ത് MT ഇതുപോലെ പറഞ്ഞു, ഞാൻ പുതിയ ആളുകളെ ഞാൻ നോക്കുന്നുണ്ട്, ആരെയും കിട്ടിയില്ലെങ്കിൽ ഞാൻ വിനീതിനെ വിളിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ പുതിയ നടന്മാർ. ആദ്യം വില്ലനെ കാസ്റ്റ്, അതിലെ ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ഒരു സീരിയസ് റോൾ ചെയ്യുന്ന മനോജ് കെ ജയൻ്റെ 4ാമത്തെ 5ാമത്തെ പടമാണ്. അപ്പോൾ മനോജ് കെ ജയൻ പെരുന്തച്ഛനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് സർഗത്തിൽ മനോജ് കെ ജയനെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വേറെ നായകനൊന്നും പറ്റി പുതിയ നായകന്മാരെയൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ വിനീതിനെ തന്നെയാണ് അഭിനയിപ്പിച്ചത് സർഗം. അപ്പോൾ വിനീത് പറഞ്ഞെങ്ങനെയാണ്, എല്ലാവരും പുതിയ ആളുകളെ നോക്കും, ചിലപ്പോൾ ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് അഭിനയിപ്പിക്കും. ഇതുപോലെ വേറെ ചില നടന്മാർക്ക് അഭിനയിക്കാൻ പറ്റാതെ ആ റോള് വിനീത് ചെയ്ത് ഹിറ്റാക്കിയിട്ടുണ്ട്. അതിൽ ഒരു റോളാണ് ഡാർലിംഗ് ശരിക്കും കുഞ്ചാക്കോ ബോബനെയാണ് അന്ന് രാജസേനൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, ദിലീപ്. അപ്പോൾ അതായത് ആ ഡാർലിംഗിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു നായകൻ, ഒരു പാവം നായകൻ, ഒരു പ്രണയ നായകൻ, അപ്പുറത്ത് ചെറിയൊരു കുറച്ചൊരു നെഗറ്റീവ് ടച്ചുള്ള മറ്റൊരു നായകൻ. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ തന്നെ ദിലീപ് പറഞ്ഞ് ഞാൻ ആ വില്ലൻ വേഷം ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് മതി എന്ന് പറയുമ്പോൾ മറ്റേ റോള് കുഞ്ചാക്കോവിനെ കാസ്റ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തു. കുഞ്ചാക്കോവിനെ കാസ്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ചാക്കോവിന് അന്ന് ഡേറ്റ് ഇല്ല. അന്ന് കുഞ്ചാക്കോ ശരിക്കും ആ സമയത്ത് ഒരു 99, 2000 കാലഘട്ടങ്ങളിൽ ദിലീപിനെക്കാട്ടും താരമൂല്യം ഉണ്ടായിരുന്ന ഒരു നായകനായിരുന്നു കുഞ്ചാക്കോ ബോബൻ. ദോസ്തൊക്കെ ചെയ്യണ സമയത്തൊക്കെ പലരും തുളസിദാസനെ പറഞ്ഞിട്ടുണ്ട്, അന്ന് കുഞ്ചാക്കോ ബോബനെ ഒരു സോളോ ഹീറോ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ, ദിലീപിൻ്റെ ഒപ്പം അഭിനയിക്കാനൊക്കെ ഒരു മടിയുണ്ട്, കാരണം മറ്റൊരു ഹീറോൻ്റെ കൂടെ അഭിനയിക്കാൻ മടിയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു വന്ന ഡാർലിംഗിൽ കുഞ്ചാക്കോൻ റിജക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ഓപ്ഷനായിട്ട് വിനീത് വന്നു. അതുപോലെ കുറേ സിനിമകളുണ്ട്. എനിക്കൊന്ന് ചതിക്കാത്ത ചന്തുവും ശരിക്കും അന്ന് ദിലീപായിരുന്നു ശരിക്കും അതിൻ്റെ നായകൻ. പിന്നീട് ദിലീപിൻ്റെ ഡേറ്റും കാര്യങ്ങളും ക്ലാഷ് വന്നപ്പോഴാണ് ജയസൂര്യ വന്നത്. അന്നത്തെ ചില മാഗസീൻസിലൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു, ഇന്ദ്രിത്ത് അഭിനയിക്കുന്നു, പൃഥ്വിരാജ് അഭിനയിക്കുന്നു, ഇങ്ങനെ പല സത്യാവസ്ഥ അറിയില്ല. പക്ഷേ അവസാനം ആ റോള് വന്നത്, അതിൽ അവർ സെക്കൻഡ് ഹീറോ ആയിട്ട് വന്നത് വിനീതാണ്. അപ്പോൾ വിനീത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇന്നും വിനീത് ചെറുപ്പമാണ്. ഇപ്പോൾ വിനീതിന് ഒരു 50 വയസ്സിന് മുകളിലൊക്കെ പ്രായമായെങ്കിലും ഇപ്പോഴും ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിനീതിന് കുറച്ചും കൂടി ഒരു സീരിയസ് റോൾസ് അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള റോൾസൊക്കെ കിട്ടി തുടങ്ങുന്നത്. പിന്നെ പണ്ട് വിനീതിന് ഡബ് ചെയ്തിരുന്നത് കൃഷ്ണാന്തരനാണ്. ചില സിനിമകൾക്ക് മാത്രമാണ് വിനീത് ഡബ് ചെയ്തിരുന്നത്. പക്ഷേ കാബൂളിവാല പോലത്തെ സിനിമകൾ ഒക്കെ കൃഷ്ണാന്തരനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. കൃഷ്ണാന്തരൻ അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാബൂളിവാല സിനിമയെക്കുറിച്ചും എടുത്തു പറയേണ്ടത്. അതിലും സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടുള്ള സിനിമയിൽ സിദ്ദിഖ് പറഞ്ഞാണ് ആദ്യം ഒരു പുതിയ നായകനെയാണ് ആലോചിച്ചത്, പക്ഷെ പറ്റിയ ആളെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വിനീതിനെ അഭിനയിപ്പിച്ചു. അപ്പോൾ നേരത്തെ ഹരിഹരനൊക്കെ പറഞ്ഞ പോലെ പറ്റിയ ആൾക്കാരെ കിട്ടിയില്ലെങ്കിൽ ഇവർക്കൊരു ധൈര്യമാണ്, അപ്പുറത്ത് വിനീത് ഉണ്ട്, നമ്മുടെ ഒരു പയ്യനുണ്ട് എന്ന് പറയുന്ന ഒരു ധൈര്യമായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്ന് വിനീതിന് മറ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്തിരുന്ന വിനീത് പിന്നീട് ഇപ്പോൾ വിവേക് ഒബ്രോയ്ക്കൊക്കെ അതിഗംഭീരമായിട്ട് ഡബ് ചെയ്യുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിനുശേഷം എനിക്ക് തോന്നുന്നു വേറെ സിനിമയിൽ ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു, അതിൽ സൽമാൻ ഖാൻ്റെ അനിയൻ ആയിട്ട് അഭിനയിച്ച സൽമാൻ ഖാൻ്റെ അനിയൻ അതിൽ വില്ലനായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിനും ഡബ് ചെയ്തത് വിനീതാണ്. അങ്ങനെ കുറച്ച് പുറത്തുള്ള ചില നടന്മാർ വരുമ്പോൾ അവർക്കൊക്കെ വിനീതാണ് ഇപ്പോൾ ഡബ് ചെയ്യുന്നത്. വിനീത് ഒരു മികച്ച ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്, മികച്ച നർത്തകനാണ്, മികച്ചൊരു നടനും കൂടിയാണ്. ഇനിയും ഒരുപാട് ദൂരെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനുണ്ട്. ചിലപ്പോൾ ഇനി വിനീതിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഒരു വിനീതിലെ നടനെയായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്.